വിവാഹ കൂദാശ ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ജോർജും ജസ്റ്റി ജോർജും വിവാഹ കൂദാശയിലൂടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ഒരു പുതിയ കുടുംബത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ വിശുദ്ധ കൂദാശയിൽ ഈ പ്രിയപ്പെട്ട മക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അദൃശ്യമായ പ്രഭാവനങ്ങൾ സമർത്ഥമായ ഈ പ്രിയപ്പെട്ട മക്കളിലേക്ക് പെയ്തിറങ്ങണമേ എന്ന് ദൈവ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഇടവകയുടെ മുൻവികാരി വന്യ കൂദാശ വഴി ഒരു കുടുംബമാകാൻ പോകുന്ന ജോയിക്കും ജസ്റ്റിനിക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനാണല്ലോ നമ്മൾ ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന രണ്ട് അരുവികൾ മന്നം ഒഴുകി ഒരു പുഴയായി തീരുന്നതുപോലെ വ്യത്യസ്ത മാതാപിതാക്കളിൽ നിന്നും ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം ചെയ്ത് ജോലി ചെയ്ത് ജോയും ജസ്റ്റിയും ഒരു പുഴയായി ഒരു കുടുംബമായി നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ മാതൃകയായി തീരുവാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായി തന്നെ വന്യ പൗരസ്വഭാച്ചന്റെയും വന്യ വൈദികന്മാരോട് സന്നിഹിതരായിരുന്നു എല്ലാവരുടെയും നാമത്തിലുള്ള ആശംസകളും പ്രാർത്ഥനയും നേടുകയാണ്. ജോയും ജസ്റ്റിനെയും ദീർഘനാളത്തെ ചിന്തയ്ക്ക് ശേഷം അല്ലെങ്കിൽ തീരുമാനത്തിന് ശേഷമാണ് ദൈവസന്നിധിയിൽ ഇവരായിരിക്കും. മോഹന സ്വപ്നങ്ങളും എങ്ങനെ കുടുംബജീവിതം നയിക്കണം എന്നുള്ള ചിന്തകളും ഒക്കെ ആയിട്ടാണല്ലോ ഇവിടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഇന്ന് ഒരു കുടുംബത്തിന് തറക്കല്ലിടുക, കുടുംബമായി തീരുക. ദൈവസന്നിധിയിലുള്ള ജീവിതമാണ്. സ്നേഹമുള്ളവരെ, ഈ തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ആവശ്യം. ഒന്ന്, പ്രാർത്ഥന. ഞാനും എൻ്റെ കുടുംബവും ഞാൻ യഹോവയെ സേവിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ വലിയ കൃപ ദർശിക്കുവാൻ സാധിക്കും. തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തോബിയാസും സാറായും അവർ സഹവസിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കരുണയ്ക്കായി കരങ്ങൾ നീട്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ജോയും ജസ്റ്റിയും കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രാർത്ഥിക്കുന്നിടത്ത് മാത്രമേ ഐശ്വര്യമുള്ളൂ. പ്രാർത്ഥിക്കുന്നിടത്ത് മാത്രമേ സഹനങ്ങളും ഒക്കെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ. ജോയിയെ ജസ്റ്റിനെ ലഭിക്കുവാൻ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ലഭിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുകയും പൂർണ്ണമായ വിനയത്തോടും ദീർഘക്ഷമയോടെയും ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് സ്നേഹത്തിന്റെ ജീവിതമാണ്. സ്നേഹമുള്ളിടത്ത് അല്ലലുകളില്ല, പ്രയാസമില്ല, പരാതിയില്ല. പൗലോസ് പറയുന്നുണ്ട്, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹ സകലത്തെയും അതിജീവിക്കുന്നത്. സ്നേഹമുള്ളിടത്ത് പൊറുക്കുവാനും ത്യജിക്കുവാനും കഴിയും. പ്രത്യേകിച്ച് മലബാർ ക്രമത്തിൽ പ്രകാരം പറയുന്നു, സന്തോഷത്തിനും സന്താപത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിനും പരസ്പരം പങ്കുവയ്ക്കുന്നതാണ് കുടുംബജീവിതം.
വഴികളിവരെ വാഴ്ത്തണമേ